എന്ന് പറഞ്ഞ സാറിനെ പോലുള്ള ഒരു മഹത് വ്യക്തി എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരി 10 lakhs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂജ് എമൗണ്ടാണ്. ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ പേരിൽ സാർ തരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും എനിക്കുണ്ടായിരിക്കും. ഗുഡ്. തീർച്ചയായിട്ടും സാധാരണക്കാരനായിട്ടുള്ള എന്നെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയിയുടെ മരണം നമുക്കെല്ലാവർക്കും അറിയാം, വളരെയധികം ദുഃഖം തന്നെയാണ്. കാരണം സാർ എന്തിനിങ്ങനെ ചെയ്തു എന്നാണ് മനസ്സിലാകാത്തത്. അതായത് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്, ആരാണ് അദ്ദേഹത്തിന് ഇത്രയും സമ്മർദ്ദം കൊടുത്തത്? ഒരു സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സമ്മാനം കിട്ടിയിട്ടില്ല. സമ്മാനം കിട്ടാത്തത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് അനീഷിനെ വിളിക്കുകയും 10 ലക്ഷം രൂപയാണ് അന്ന് അനീഷിന് കൊടുത്തത്. കഴിഞ്ഞ ബിഗ് ബോസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അനീഷ് വിജയിക്കുമെന്ന് നമ്മളെല്ലാവരും കരുതിയതാണ്. പക്ഷേ എന്തോ ഒരു ചതിയോ കാര്യമോ എന്താണെന്ന് അറിയില്ല, അനീഷ് വിജയിയായില്ല. പക്ഷേ അനീഷിന് ആ ദുഃഖമുണ്ടായിരുന്നു. ആ ദുഃഖവും പിന്നെ അനീഷിൻ്റെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ റോയ് സാറ് അന്വേഷിക്കുകയും റോയ് സാർ അന്ന് 10 ലക്ഷം രൂപ കൊടുക്കുകയാണ് ചെയ്തത്. അതുമാത്രവുമല്ല, റോയ് സാർക്ക് ഈ എന്താ പറയുക, ഇപ്പോഴത്തെ പുതുതലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുമാത്രമല്ല ഓരോ തലമുറയുടെ കൂടെയും അദ്ദേഹം സഞ്ചരിക്കും എന്നുള്ള സഞ്ചരിക്കുന്ന ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് ഈ റോയ് എന്ന് പറയുന്ന മനുഷ്യൻ. അയാൾക്ക് അങ്ങനെ ചെറുപ്പമോ വലുപ്പമോ ഒന്നുമില്ല. അദ്ദേഹം ദുബായിൽ പോയി കഴിഞ്ഞാലും നാട്ടിലായാലും എവിടെയാണെങ്കിലും ശരി, ആരെ കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ ഡോക്ടർ റോയ് എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതം തന്നെയാണ്. റോയ് സാറെ ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കിയിട്ടൊന്നും കൈവീശാതെ അദ്ദേഹം പോവില്ല. അത്രത്തോളം നല്ല ഒരു ബിസിനസ്സുകാരൻ, അതിലുപരി ഒരു മനുഷ്യ സ്നേഹിയാണ്. സാധാരണക്കാരനായി ജീവിക്കണം. എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ കയറിയാൽ പോലും തൻ്റെ ജാടകളോ അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാലോ, ഇവിടെയുള്ള ചില മുതലാളിമാരൊക്കെ കാണിക്കുന്ന ജാടകൾ, അതുപോലെ തന്നെ അവരെ പൊതുജനങ്ങളായ അല്ലെങ്കിൽ പിന്നെ എന്താ പറയണ്ടേ അവരുടെ കസ്റ്റമറായ ആൾക്കാർക്ക് വരെ ഒരു കൈ പോലും കൊടുക്കില്ല, അല്ലെങ്കിൽ അവരോടൊന്നും സംസാരിക്കത്തില്ല. അവിടെയാണ് ഇത്രയും വലിയ കോടീശ്വരൻ, 12ഓളം ആഡംബര കാർ മാത്രമുള്ള ഒരു വലിയ കോടീശ്വരൻ. ആ കോടീശ്വരൻ സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരികയാണ്, അവരോട് സംസാരിക്കുകയാണ്. അവർക്കടുത്ത് നിന്ന് സംസാരിക്കാം, അയാളെ തലോടാം, തൊടാം, ഇതൊക്കെ ചെയ്യാം. നേരെ മറിച്ച് വേറെ ആരെങ്കിലും ആണെങ്കിൽ എങ്ങനെ കഴിയോ? അങ്ങനെ ഒരു ജാടയും ഇല്ലാത്ത, ഒരു അഹങ്കാരവും ഇല്ലാത്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ എന്താണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത്? അത്രമാത്രം ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ ആ മനുഷ്യനെ എന്തായിരിക്കും പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? ഇനി എന്തെങ്കിലും തരത്തിൽ ചതിവോ വഞ്ചനയോ പറ്റിയിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ തൻ്റെ ഇമേജുകളെല്ലാം തകർന്നു വീഴും എന്നുള്ള ഭയമാണോ? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പലരും പല കഥകളുമാണ് പറയുന്നത്. അദ്ദേഹം ശരിയല്ല, അദ്ദേഹം ഒരുപാട് ടാക്സ് അടക്കാനുണ്ട്, അല്ലെങ്കിൽ ED ഭയന്നാണ് അയാൾ ഇതൊക്കെ ചെയ്തത് എന്നുള്ള തരത്തിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നത് മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ്. അതുമാത്രമല്ല, 2-3 ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിരന്തരമായിട്ട് ഇതുപോലുള്ള ഈ റെയ്ഡുകൾ നടക്കുന്നുണ്ട്. അതിലുള്ള മാനസിക സമ്മർദ്ദമാണ്. ചിലർ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തോക്ക് വന്നത്? സാധാരണ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴേ ഒരാൾ ഇതിൻ്റെ ഉടമയുടെ കൂടെ ഉണ്ടാകും, ഒരു ഉദ്യോഗസ്ഥൻ. അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ പലതരത്തിൽ പല ആൾക്കാർ പറയുമ്പോഴും ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അങ്ങേര് സാധാരണക്കാർക്ക് ഒരു ദൈവം തന്നെയായിരുന്നു. ഏത് വലിയവനും ഏത് ചെറിയവനും അദ്ദേഹത്തോട് സംസാരിക്കാം, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാം, എല്ലാം ചെയ്യേണ്ട. അതായത് ഈ അനീഷിന് 10 ലക്ഷം രൂപയൊക്കെ കൊടുക്കാൻ വന്നപ്പോഴേ ഒരു ഹാളോ അല്ലെങ്കിൽ എനിക്ക് AC വേണമെന്നോ അല്ലെങ്കിൽ എനിക്കൊരു വലിയ പ്രോഗ്രാമാക്കി നമുക്കിത് ഒന്നുമില്ല. അനീഷിന് എവിടുന്ന് കണ്ടു അവിടുന്ന് കൊടുക്കാൻ നമുക്ക്. അത് നടു റോഡിലാണെങ്കിൽ നടു റോഡിൽ അനീഷിനോട് പറഞ്ഞു, ഞാൻ ഇതുവഴി പോകുന്നുണ്ട്, നീ അവിടെ എത്തിയാൽ മതി എന്ന് പറയുകയും അങ്ങനെ അനീഷ് അവിടെ കാത്തു നിൽക്കുകയും അനീഷിന് ആ ഒരു പൈസ കൊടുക്കുകയും ചെയ്ത ഒരു വലിയൊരു മനുഷ്യ സ്നേഹിയാണ് ഈ റോയ് സാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ദുഃഖം. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് ദുഃഖങ്ങളുണ്ട്. അയാൾ ചതിച്ചവരാരായാലും അവരൊരിക്കലും ഗതി പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണോ അദ്ദേഹം ഇത് ചെയ്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും ഇതിൻ്റെ ആൾക്കാരൊക്കെ പറയുന്നത്, കോൺഫിഡൻസ് ഗ്രൂപ്പിന് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്നത് സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് ചെയ്തത്. അദ്ദേഹം ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലായിരുന്നു 2-3 ദിവസമായിട്ട്. നമ്മളൊക്കെ വിചാരിക്കുന്നത് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്നാണ്. ഇദ്ദേഹത്തിനൊക്കെ എന്ത് കുറവുണ്ടായിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തത്? നിങ്ങളൊന്ന്
ആലോചിച്ച് നോക്ക്. ഇവിടെ പൈസയില്ല, അല്ലെങ്കിൽ വലിയ കാറുകളില്ല, വലിയ ബംഗ്ലാവുകളില്ല, അല്ലെങ്കിൽ വലിയ എന്താ പറയുക ഞങ്ങൾക്ക് പണമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പരിതപിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് എല്ലാം ഉണ്ടായിരുന്നു, എല്ലാമുള്ള ഒരു മനുഷ്യനാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പണത്തിന് ഉപരി അല്ലെങ്കിൽ മറ്റുള്ളതിന് ഉപരിയായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മനസമാധാനം തന്നെയാണ്. ആ മനസമാധാനം തന്നെയാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും പോകാം. രാവിലെ വേണമെങ്കിൽ പിന്നെ ഇന്ത്യയിൽ നിന്ന് ഉച്ചയാകുമ്പോഴേക്ക് ദുബായിലെത്താം, ദുബായിൽ നിന്നും മറ്റു രാജ്യത്തേക്ക് പകർക്കാം. അങ്ങനെയുള്ള സൗകര്യങ്ങളുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ഇപ്പോഴും സമാധാനമില്ലാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താ പറയുക സമ്മർദ്ദം കൊണ്ട് മാനസികപരമായിട്ടൊരു പിന്തുണ പോലും കിട്ടാതെ അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വലിയ ഒരു ദുരന്തം തന്നെയാണ്. ശരിക്കും പറഞ്ഞത് കേട്ടപ്പോഴേ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പലരും ഇവിടെ പണമില്ലാത്തതിൻ്റെ പേരിലും കടം കയറിയിട്ടൊക്കെയാണ് പലരും ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദം വന്നു, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ വന്നു. പക്ഷെ ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു രഹസ്യങ്ങൾ അത് അവിടെ പുറത്തു വന്നിട്ടുണ്ട്. അത് വരും എന്നുള്ള ഭയമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പലരുടെയും പേര് പറയേണ്ടി വരുമോ എന്നുള്ള ഒരു ഭയമായിരിക്കാം. ചിലപ്പോൾ അങ്ങനെയുള്ള ഭയത്തിലും ഇദ്ദേഹം എന്തെങ്കിലും ചെയ്തതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സമ്മർദ്ദം ഉണ്ടായി എന്നൊന്നും പറഞ്ഞിട്ട് ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടാനുകോടിക്ക് സ്വത്തുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് എന്ത് സമ്മർദ്ദമാണ് വേണ്ടത്? ഇതുപോലെ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ അതിന് എന്ത് തെറ്റുണ്ടെങ്കിലും അത് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ പ്രശ്നങ്ങളെല്ലാം തീരും. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത് എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മുടെ രാജ്യത്തിന് തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നികുതി അടക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ CJ റോയി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം സിനിമാ മേഖലയിലുണ്ട്, അതുപോലെ തന്നെ പല പ്രോഗ്രാമുകളും പല TV ചാനലുകളും പല ഭാഷകളിലുമായിട്ട് ഇദ്ദേഹം സ്പോൺസർ ചെയ്യാറുണ്ട്. എല്ലാവരോടും ഒരേപോലെ തന്നെയാണ്. താൻ മലയാളിയാണ്, അല്ലെങ്കിൽ താൻ എറണാകുളംകാരനാണ്, താൻ തൃശ്ശൂർക്കാരനാണ് എന്ന് കരുതിയിട്ട് മറ്റുള്ളവരെ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം റോയി സാറിനില്ല. എല്ലാ ഭാഷക്കാരോടും എല്ലാവരോടും കൂടുതൽ സമയങ്ങളും ചെലവഴിക്കുന്നത് ബാംഗ്ലൂരിലും ദുബായിലും തന്നെയാണ്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കന്നഡയായാലും ഏത് ഭാഷയായി കഴിഞ്ഞാലും ഇദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കും. ബാംഗ്ലൂരുകാർക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്ത മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് DK ശിവകുമാർ പറഞ്ഞത്, ഇവിടെയുള്ള ബിസിനസ്സുകാരിൽ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് ഈ ഒരു നമ്മുടെ അന്തരിച്ച ഡോക്ടർ CJ റോയി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മരണം വലിയ ദുഃഖം തന്നെയാണ്. അത് അന്വേഷിക്കുക തന്നെ വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണം. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്? അനീഷിന് കൊടുത്ത 10 ലക്ഷം രൂപയും അദ്ദേഹത്തിൻ്റെ ആ വാക്കും നമുക്ക് മറക്കാൻ കഴിയില്ല, ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെയുള്ള വാക്കാണ് അദ്ദേഹം അന്ന് തന്നത്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ അദ്ദേഹം പറഞ്ഞ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആ ഒരു പൈസ അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി എനിക്ക് മര്യാദയ്ക്കൊന്ന് ഉറങ്ങാം. അദ്ദേഹത്തിന് ടെൻഷനായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അനീഷിന് കിട്ടേണ്ട ആ ഒരു പ്രൈസ് കിട്ടിയില്ല. ജനങ്ങളെല്ലാവരും വേദനിക്കുന്നു, ജനങ്ങളെല്ലാവരും അതിൻ്റെ ആ ഒരു വിഷമത്തിലാണ് എന്നറിഞ്ഞപ്പോഴേ 10 ലക്ഷം രൂപ ഞാൻ തരാം അനീഷേ എന്ന് പറഞ്ഞു വന്ന ആ ഒരു മനുഷ്യൻ, ആ ഒരു ദൈവദൂതൻ ഇന്ന് നമ്മുടെ കൂടെയില്ല. എന്തിൻ്റെ പേരിലായാലും ഏതിൻ്റെ പേരിലായാലും ശരി, ഇതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.